D5 റെൻഡർ വേർഷൻ 3.1 ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയ ടൂൾസും കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബെഡ്റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസൻറ്റേഷൻ ടൂളാണ്. നമുക്കിവിടെ കാണാൻ പറ്റും പ്രസൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയ്ക്ക് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ലൈഡ് എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സീൻ ആഡ് ചെയ്യുക. ഇതെന്തിനാണ് യൂസ് ആകുന്നത് വെച്ചാൽ നമുക്ക് ക്ലയൻറ്റിന് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കാണിക്കണമെങ്കിലും മുമ്പൊക്കെ നമുക്ക് റെൻഡർ ചെയ്തിട്ട് ഒരു 3 പിക്ചർ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു വാളിന് നമുക്കിപ്പോൾ ഒരു പിക്ചർ വാൾപേപ്പർ കൊടുക്കണം, അല്ലെങ്കിൽ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും റെൻഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യാം. പക്ഷേ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഒരു പ്രസൻറ്റേഷൻ ടൈം നമുക്ക് കസ്റ്റമർ കൂടി ഓഫീസിലുണ്ട്, എല്ലാം നമ്മൾ സൂം വഴി പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പം അതുവഴിയാണെങ്കിൽ ജസ്റ്റ് 1 ക്ലിക്കിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ ടൂൾ വരുമ്പോൾ തന്നെ നമുക്കിവിടെ മെറ്റീരിയൽ, പ്രോപ്പർട്ടി, അറ്റ്മോസ്ഫിയർ, വിസിബിലിറ്റി, കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാനിവിടെ മെറ്റീരിയലാണ് എടുക്കുന്നത്. ജസ്റ്റ് മെറ്റീരിയലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് 3D ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഉള്ളത്, ഞാനിപ്പോൾ ഈ ഒരു വാളിൻ്റെ ഒരു കളർ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ കുറച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റാം. അതൊക്കെയാണത്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. അത് വിട്ടേക്ക്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വാർന്നു കൊടുക്കുകയാണ്. കൊടുത്തു. ജസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് സെക്ഷനിലേക്ക് വരിക. അല്ലെങ്കിൽ ഈ ഒരു ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് പിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ ചേഞ്ച് വേണ്ടത്, ജസ്റ്റ് കളർ മാപ്പ്. ഞാനിപ്പോൾ ഈ ഒരു വാളിൻ്റെ കളറ് ഒന്ന് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഒരു ക്ലാഡിങ്ങോ എന്തെങ്കിലും കൊടുക്കാം. മീൻസ് ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിലേക്ക് കടക്കുന്നില്ല. അല്ലെങ്കിൽ അത് പ്ലെയിൻ കളർ കൊടുക്കാം. ഇതിൻ്റെ സ്കെയിലിങ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ കളർ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോയിട്ട് ഇത് ഇവിടത്തേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്. അതവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് വേണ്ട നമുക്ക് വേറെ ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ ട്രിഗറിനുണ്ട്, ആഡ് ട്രിഗർ കൊടുക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഈ വാർഡ്രോബിൻ്റെ ഡോറിൻ്റെ കളറാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടതിനാണ്. അപ്പോൾ അതും നമ്മൾ മെറ്റീരിയലായിട്ടാണ് ഇത് പിക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ കളർ നമുക്കൊരു വുഡൻ ഷെയ്ഡിലേക്ക് മാറ്റാം, അല്ല ഏതൊരു ഗ്രീനിലേക്ക് തന്നെ കൊണ്ടുവരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജസ്റ്റ് അതും ഒന്ന് ഇവിടത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്കിത് എങ്ങനെയാണ് ക്ലയൻറ്റിന് കാണിക്കാമെന്ന് പോലും നോക്കണ്ടേ. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഇവിടെ കണ്ടോ വേരിയബിൾ സെറ്റ് 1 എന്നുള്ളത്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോ എന്നുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ വേരിയബിൾ സെറ്റ് 1 ഇവിടെ അൺടിക്കായിട്ടാണ് ഉണ്ടാവുക. ജസ്റ്റ് അതൊന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോപ്പും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്ലേ എന്നുണ്ടാവും, പ്ലേ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നേരെ പ്രസൻറ്റേഷൻ മോഡിലേക്ക് വന്നു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തോണം കേട്ടോ. വാളിൽ നിന്ന് ഇവിടെ ഇത്ര വണ്ണത്തിൽ കാണുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമുക്കത് മൈന്യൂട്ടായിട്ട് ചെറിയൊരു സിമ്പിൾ മാത്രം വെച്ചാൽ മതി ഇതുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാളിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാളിൻ്റെ കളർ മാറി വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ അപ്പോൾ ക്ലൈൻറ്റ് നമ്മളോട് പറയാം നമുക്ക് ഈ ഡോറിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചിട്ടും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അത് മാറി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൈഡ് വാർഡ്രോബിൻ്റെ കൂടി സൈഡ് ടയറിൻ്റെ കൂടി മാറിയിട്ടുണ്ട്. അത് ഒറ്റ സെലക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഞാനും ഇത് ആക്ച്വലി പഠിച്ചു വരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പം മേ ബി മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ. അപ്പം ആദ്യത്തെ നമ്മളൊരു സംഭവം എന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ടൂളായിരുന്നു. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു പോകാൻ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ അത്. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മേജറായിട്ടൊരു ചേഞ്ച് എന്ന് വെച്ചാൽ സീസണൽ വെജിറ്റേഷൻ. അത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര പറഞ്ഞു തരേണ്ട വലിയൊരു സംഭവമൊന്നുമില്ല. അത് നമ്മൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു സീനാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാനാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ തുറക്കുകയാണ്. ഇവിടെ മോഡലിലേക്ക് വരികയാണ്.
എന്താണ് നെറ്റ് കാണട്ടല്ലേ. ഓക്കെ, മോഡലിലേക്ക് വരുമ്പോൾ നമുക്കിപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേ ബി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. ലൈക്ക് നമുക്ക് കുറച്ച് തുറസായ സ്ഥലത്ത് പോകാം, എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. ആ ട്രീ അവിടെ വെച്ചു. പിന്നെ നാച്ചുറൽ വന്നിട്ട് മുമ്പ് കുറച്ചൊന്ന് രണ്ടെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇത് ഡൗൺലോഡ് ചെയ്തു. ഇത് നമുക്ക് എങ്ങനെ യൂസ് ആകുന്നതെന്ന് വെച്ചാൽ ഒരു വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടില്ല. നമ്മളിവിടെ എൻവയോൺമെൻറ്റിലേക്ക് വരിക, താഴെ സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ സീസണൽ, ഒരു മിനിറ്റ്, സീസണൽ വെജിറ്റേഷൻ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടവും കുറക്കുന്നതിനനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. ഓക്കെ അല്ലേ, ഇതാണ് പുതിയ വന്നൊരു അപ്ഡേറ്റ്. ലൈക്ക് ഇതിൻ്റെ വാല്യൂ മാറ്റുമ്പോൾ ആ ഒരു വ്യത്യാസം മരത്തിലും വരും. അത്രയേ ഉള്ളൂ. അത് ലൈക്ക് കുറച്ച് സിമ്പിളാണ്. അപ്പം അത് കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളൊരു വേറൊരു മേജറായിട്ടുള്ള ചേഞ്ച് എഡിറ്റ് പിവട്ട്. ലൈക്ക് ഞാൻ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ ഇന്നലെ D5ൻ്റെ ഒഫീഷ്യൽ അവർ പുതിയ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു കാര്യമായിരുന്നു. ഈ ഡോറൊക്കെ തുറക്കുകയും ചെയ്തത്. നിങ്ങളെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത്. ലൈക്ക് ഞങ്ങൾക്ക് അത്രയും ആഗ്രഹിച്ചൊരു ഫീച്ചറായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു മോഡലിൽ അത് കാണിച്ചു തരാൻ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒറ്റ ഗ്രൂപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ബേസിക് മോഡലിലേക്ക് വരികയാണ്. ഇവിടെ ബേസിക് മോഡലിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സ് ക്യൂബ് എടുത്തു. അതിൻ്റെ വാല്യൂ 1,605 സോറി അപ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടും. ലൈക്ക് ഇത് നിങ്ങൾ ഡോറാണ് എന്ന് ചുമ്മാ വിചാരിക്കുക. ഞാനിത് ഓൾറെഡി ചെയ്തു വെച്ച ഫയലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചിരുന്നത്. അപ്പം നമ്മളെ ഇന്നലെ വരെ, അതായത് വേർഷൻ 3.0 വരെയും ലൈക്ക് നമുക്ക് ഈ ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു. അതായത് അതിൻ്റെ സെൻട്രൽ ആക്സിസ് വെച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും ക്യൂബ്. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ എഡിറ്റ് പിവറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിത് വേണ്ട സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ലൈക്ക് നിങ്ങളിതൊരു ഡോറാണെന്ന് സങ്കല്പിക്കുക. അപ്പം ഇതിൻ്റെ കോണിലേക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ദെൻ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഒരു കോണിൽ നിന്ന് ഓക്കെ അല്ലേ. ഇത് അത്ര സിമ്പിളായിട്ടാണ്. ലൈക്ക് ഇതിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പം നിങ്ങളിതൊരു ഡോറാണെന്ന് സങ്കല്പിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എൻ്റർ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി. അപ്പം അതാണ് ഈ ഒരു എഡിറ്റ് പിവിയറ്റിൻ്റെ ഒരു സംഭവം. എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമായ കാര്യമാണ്. ഞാനിത് ആക്ച്വലായിട്ട് ഒരു ഡോറ് തന്നെ വെച്ചിട്ട് എന്തായാലും കാണിച്ചത്. ഞാനിപ്പോൾ ഇത് ഈ ഒരു സെറ്റിൽ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒറ്റ ഗ്രൂപ്പായതുകൊണ്ട് അറിയാലോ അത് മൊത്തത്തിൽ അങ്ങ് റൊട്ടേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം എഡിറ്റ് പിവറ്റ് വന്നു. പിന്നെ വന്നിട്ടുള്ളൊരു മേജറായിട്ടുള്ളൊരു ചേഞ്ച് കളർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ രണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളത് വേണ്ടത് നേരെ പ്രിഫറൻസിലേക്ക് വരിക. ഇവിടെ കളർ സ്കീം ഉണ്ടാവും. ഇവിടെ റെൻഡറിങ്ങിലേക്ക് വരിക. അപ്പം മീൻസ് കളർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ് ASESCG. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് അതിലേക്ക് മാറ്റുമ്പോൾ തന്നെ സ്ക്രീന് കുറച്ച് വൈബ്രൻ്റ് ആകുന്നൊരു വ്യത്യാസം കാണാൻ പറ്റുന്നല്ലേ. അതേ ഉള്ളൂ അത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മളിപ്പോൾ എന്തായാലും പോസ്റ്റ് റൊട്ടേഷൻ ഫോട്ടോഷോപ്പിലേക്ക് കയറ്റി കളർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പം കുറച്ച് ബ്രൈറ്റായിട്ട് കാണാൻ ആഗ്രഹമില്ലവർ ഇവിടെ തന്നെ ഓണാക്കിയുള്ളൂ. ഞാനിപ്പോൾ ഇത് ലീനിയർ തന്നെയാണ് വെക്കുകയാണ്. മീൻസ് ഇത്ര നാൾ ഞാൻ ആ ഒരു ടേമിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫോട്ടോഷോപ്പായിട്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് ഞാൻ ശീലിച്ച് പോയതുകൊണ്ടാണ്. മേ ബി ഈ ഒരു പുതിയൊരു ഫീച്ചറായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ നിലവിൽ ഞങ്ങൾക്കത് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ.
പിന്നെ വരുന്നൊരു മേജറായിട്ടുള്ളൊരു സംഭവമായിരുന്നു മെഷർമെൻറ്റ്. ഇന്നലെ വീഡിയോ കണ്ടായിരിക്കും വീണ്ടും അറിയാൻ പറ്റും. ഞാൻ ആ ഒരു ഫീച്ചറിലും ഭയങ്കര ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പ്രോ ഫീച്ചറിൽ വരികയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ ടൂളില്ലേ, അത് പ്രോയിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ജസ്റ്റ് ഒരു ദിവസം ആയിരുന്നല്ലോ, ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പഠിച്ച് വന്നില്ല. അത് പ്രോയിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ജസ്റ്റ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പം പിന്നെ വന്നിട്ടുള്ളത് മെഷർമെൻറ്റിൻ്റെത്. അത് നമുക്ക് ഈ മോഡൽ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. തപ്പിയെടുക്കണം, സെർച്ച് ചെയ്യാമല്ലേ. മെഷർ ലൈൻ എന്നാണ് അതിൻ്റെ ഒരു പേര്. അത് നമ്മൾ മോഡലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീനിലേക്ക് പ്ലേസ് ചെയ്യേണ്ട കാര്യം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന നമ്മളെ റൂമിൽ സീലിങ്ങിൻ്റെ ഹൈറ്റ്, അതായത് 290 സീലിംഗ് വരുന്നത്, അതിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആവുക എന്നുള്ളത് എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. ഇപ്പോൾ ഇത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാൾ ടു വാൾ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 1.7 സെൻറ്റിമീറ്ററാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂ കസ്റ്റമൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങളിത് ചിലപ്പോൾ മില്ലിമീറ്റർ ചെയ്യുന്നുണ്ടാവും, ഫീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വരേണ്ടത് ഇവിടെ പ്രിഫറൻസിലാണ്. ഇവിടെ പ്രിഫറൻസിൽ വന്നാൽ ജനറൽ അല്ലേ, യെസ്, ഇവിടെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് മില്ലിമീറ്റർ വേണോ, സെൻറ്റിമീറ്റർ വേണോ, മീറ്റർ വേണോ, ഇഞ്ച് വേണോ, ഫീറ്റിലേക്ക് വേണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതവിടെ ചേഞ്ച് ചെയ്താൽ അത് മാറും. സോ ഞാൻ കുറച്ചുകൂടെ സെൻറ്റിമീറ്ററിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്റർ വെച്ച് അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ടൂളും യൂസ്ഫുൾ തന്നെയാണ്. അതെങ്ങനെ വേണമെന്നുണ്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. പിന്നെ DLSS 4.5 എന്ന് പറഞ്ഞിട്ടൊരു മേജറായിട്ടുള്ളൊരു സംഭവം, അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ സ്ക്രീന് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരു സ്മൂത്ത്ലെസ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ആനിമേഷൻ ചെയ്യുമ്പോൾ അതൊരു ഫ്ലോലെസ് ആയിട്ട് പോകുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കത് പേഴ്സണലി വിസിബിൾ ആകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ D5 ഓപ്പൺ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ ഒരു ആനിമേഷനൊക്കെ ഉള്ള കുട്ടികളുടെ ഡാൻസൊക്കെ കളിക്കത്തില്ലേ, അതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഫ്ലോലെസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടി ഇരിക്കും കേട്ടോ. കൂടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്മൂത്താക്കിയിട്ട് കാണിച്ചിരുന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കുട്ടി ചാടി കളിക്കുന്നുണ്ടല്ലേ, അപ്പം മുമ്പ് ഇത്രയും സ്മൂത്തായിട്ടല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതെനിക്ക് കമ്പയർ ചെയ്ത് കാണിച്ചാലും പഴയ വേർഷനിൽ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ടുള്ളൊരു മേജറായിട്ടുള്ള വേറൊരു കാര്യം XR ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടൂറിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ പ്രോ ഫീച്ചർ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ വന്നിട്ടുള്ള വേറൊരു കാര്യം, നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ ഇവിടെ പനോരമയിലെ സ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും VR ഗ്ലാസ് വെച്ച് ചെയ്യുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിലരെങ്കിലും ഇത് 3D എങ്ങനെയാണ് മാനുവലായിട്ട് 360 റെൻഡർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പനോരമയിൽ റെൻഡർ ചെയ്തിട്ട് വേറെ സൈറ്റിൽ പോയി അവിടെ നിന്ന് 360 റെൻഡർ നമുക്ക്, അതായത് വിരലുകൊണ്ട് ഇങ്ങനെ ഫോൺ സ്ക്രീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ റൂം ചുറ്റി കാണുന്ന സെറ്റപ്പ്. അപ്പം ഇവിടെ സ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി VR-നാണ്. ഞാൻ ഇതിൽ റെൻഡർ ചെയ്താൽ എങ്ങനെയുള്ള ഔട്ടൊന്ന് കാണിച്ചാൽ കേട്ടോ. ഇതിൽ റെൻഡർ ചെയ്ത് കിട്ടുന്ന ഔട്ട് ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ആ ഒരു റൂമിനെ 360 റെൻഡർ ചെയ്യുന്നുണ്ട്. ഇത് VR ആയതുകൊണ്ടാണ് ഒന്ന് മുകളിൽ ലെഫ്റ്റായി ഒന്ന് റൈറ്റായി എന്നുള്ള രീതിയിലാണ് രണ്ട് വിഷ്വൽ വരുന്നത്. അപ്പം ഇതും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റ് ആവുന്നത് എന്ന് കാണിച്ചു തരാൻ നിലവിൽ എനിക്ക് നിർവാഹമില്ല. ബിക്കോസ് ഞാനൊരു ഫ്രീ യൂസറാണ്. ഈ റൂം കണ്ടല്ലോ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 360 റെൻഡറാണ് അവിടെ എടുത്തേക്കുന്നത്. അപ്പം ഇത്രയാണ് മേജറായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മേ ബി എനിക്ക് തോന്നുന്നത് ഈ അസറ്റും കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. നമ്മളിപ്പോൾ മോറൽ വരികയാണെങ്കിലും ആ ഒരു സൈഡിലേക്ക് പോയിട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. നിങ്ങളിത് യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മോഡലും കാര്യങ്ങളൊക്കെ
അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതും നമുക്കിപ്പം ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് അറിഞ്ഞത്. സോ അതും ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് ലൈക്ക് വന്നിട്ടുള്ള മേജറായിട്ടുള്ളൊരു ചേഞ്ച്. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു കാര്യം ഈ ഒരു പ്രസൻറ്റേഷനും പിന്നെ ഈ മെഷർമെൻറ്റും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ സീസണൽ വെജിറ്റേഷൻ എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് അത് വർക്ക് ത്രൂ വീഡിയോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ വലിയ 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 പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് ക്ലൈൻറ്റ് പറയുന്നുണ്ടോ നമുക്ക് ചിലപ്പം ഈ ഒരു വിൻ്ററിൽ ഇതെങ്ങനെയാണ് കാണുക, നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് അത് എത്രത്തോളം യൂസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാവുമായിരിക്കുമേ, ചിലപ്പോൾ ഞാൻ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ് പുതിയതെന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പറ്റുവാണെങ്കിൽ ഇതൊന്ന് ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.